നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റായ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. സോ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷനാണ്. ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു പാരൻറ്റ് ചൈൽഡ് റിലേഷനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ ഇത് പ്രകാരം ഒരു ചൈൽഡ് ക്ലാസ്സിന് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ മെത്തേഡ്സുമെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ ആക്സസ് ചെയ്ത് ആ ചൈൽഡ് ക്ലാസ്സിൽ നമ്മൾ ആ പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം പാരൻറ്റ് ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം ഉപയോഗിച്ച് പ്രോഗ്രാം ചെയ്യുന്ന ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഉദാഹരണമായി ഞാനിവിടെ ക്ലാസ് എംപ്ലോയി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ നമ്മളൊരു കൺസ്ട്രക്ടർ മെത്തേഡ് കൊടുത്തു, നമ്മളതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൊടുത്തു, നെയിം, പൊസിഷൻ, സാലറി, അതുപോലെ ഗെറ്റ് സാലറി എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ ഇതാണ് നമ്മുടെ പാരൻറ്റ് ക്ലാസ് എംപ്ലോയി. സോ ഇനി നമുക്കൊരു ചൈൽഡ് ക്ലാസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ക്ലാസ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. ശേഷം ഞാൻ ചൈൽഡ് ക്ലാസ്സിൻ്റെ പേര് ഞാൻ മാനേജർ എന്ന് കൊടുക്കുന്നു. ശേഷം എനിക്ക് ഇനി ചൈൽഡ് ക്ലാസ് ഒരു പാരൻറ്റ് ക്ലാസ്സിൻ്റെ ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് എക്സ്റ്റെൻസ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉപയോഗിക്കണം. സോ എക്സ്റ്റെൻസ് ഉപയോഗിച്ച ശേഷം ഏതൊരു ക്ലാസ്സിനെയാണോ നമ്മൾ പാരൻറ്റ് ക്ലാസ് ആക്കുന്നത് അതിൻ്റെ പേര് കൊടുക്കുക. സോ നമ്മളിവിടെ ആക്കാൻ പോകുന്നത് എംപ്ലോയി ആണ്. സോ ഞാനിവിടെ എംപ്ലോയി എന്ന് കൊടുക്കുന്നു. ശേഷം ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ മാനേജർ എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പാരൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എംപ്ലോയി ആണ്. സോ നമ്മൾ ഇനി ഈ ക്ലാസ്സിനുള്ളിൽ ഒന്നും കൊടുക്കുന്നില്ല, ബ്ലാങ്ക് ആയിടുന്നു. സോ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ലെറ്റ് M1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ന്യൂ മാനേജർ എന്ന് കൊടുക്കുന്നു. സോ നമ്മൾ ഈ മാനേജർ എന്ന് പറയുന്ന ഈ ഒരു ചൈൽഡ് ക്ലാസ്സിൽ നമ്മൾ M1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിൻ്റെ വാല്യൂസ് നമുക്ക് കൊടുക്കാം. നെയിം സ്മിത്ത് എന്ന് കൊടുക്കുന്നു, അതുപോലെ പൊസിഷൻ ഞാൻ HR മാനേജർ എന്ന് കൊടുക്കുന്നു, സാലറി ഞാൻ 40,000 എന്ന് കൊടുക്കുന്നു. ശേഷം നമുക്ക് കൺസോളിൽ ഇതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ കൺസോൾ ഡോട്ട് ലോഗ് M1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്റ്റിൽ കൺസോൾ സെലക്ട് ചെയ്യുന്നു. സോ നമുക്കിവിടെ മാനേജർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് കാണാൻ സാധിക്കും. സോ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം നെയിം സ്മിത്ത്, പൊസിഷൻ HR മാനേജർ, സാലറി 40,000. സോ നമ്മൾ യഥാർത്ഥത്തിൽ ഈ മാനേജർ എന്ന് പറയുന്ന ക്ലാസ്സിനുള്ളിൽ നമ്മൾ ഒരു പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഒരു മെത്തേഡോ നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു. സോ നമ്മളിതെല്ലാം ആക്സസ് ചെയ്തത് ഈ എംപ്ലോയി എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ്സിനുള്ളിലെ, അതായത് ഈ ഒരു പാരൻറ്റ് ക്ലാസ്സിനുള്ളിലെ പ്രോപ്പർട്ടീസും മെത്തേഡ്സുമാണ് നമ്മൾ ഈ ഒരു M1 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ആക്സസ് ചെയ്തത്. സോ ഇങ്ങനെ ഒരു ചൈൽഡ് ക്ലാസ്സിന് അതിൻ്റെ പാരൻറ്റ് ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം ആക്സസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഉദാഹരണമായി നമുക്കിനി M1 എന്ന ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഗെറ്റ് സാലറി എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്ത് നോക്കാം. ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാലറി ഓഫ് സ്മിത്ത് ഈസ് 40,000 എന്ന് ലഭിക്കും. സോ നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് മാനേജർ എന്ന് പറയുന്ന ചൈൽഡ് ക്ലാസ്സിലാണ്. സോ ഇതുപോലെ നമുക്ക് ഒരുപാട് ചൈൽഡ് ക്ലാസ്സുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരു ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, സൂപ്പർവൈസർ. ശേഷം ജസ്റ്റ് ഞാനിവിടെ S1 എന്ന് പറയുന്ന ലെറ്റ് S1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഞാൻ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നു. സ്മിത്തിന് പകരം ഞാൻ പീറ്റർ എന്ന് കൊടുക്കുന്നു. സോ ഞാനിവിടെ ഓപ്പറേഷൻ സൂപ്പർവൈസർ എന്ന് കൊടുക്കുന്നു, ഓപ്പറേഷൻ എന്ന് കൊടുക്കുന്നു. നമുക്ക് ഈ S1 ഡോട്ട് ഗെറ്റ് സാലറി കൊടുത്ത് നോക്കാം. ഗെറ്റ് സാലറി എന്ന് പറയുന്ന മെത്തേഡ് കോൾ ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സാലറി ഓഫ് പീറ്റർ ഈസ് 40,000 എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് സൂപ്പർവൈസർ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മൾ 2 ചൈൽഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, സൂപ്പർവൈസർ, മാനേജർ. നമുക്ക് ഓരോ ചൈൽഡ് ക്ലാസ്സിലും നമുക്ക് ഇഷ്ടമുള്ളത്ര ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും പാരൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത് എംപ്ലോയി ആണ്. സോ ഈ 2 ക്ലാസ്സിലും ക്രിയേറ്റ് ചെയ്ത 2 ചൈൽഡ് ക്ലാസ്സിലും ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഈ പാരൻറ്റ് ക്ലാസ് ആയ എംപ്ലോയിയിലെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും എല്ലാം നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇതുപോലെ ഒരു പാരൻറ്റ് ക്ലാസ്സിലെ പ്രോപ്പർട്ടീസും മെത്തേഡ്സും ആക്സസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.